ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മീഡിയ ആൻഡ് കൺസെപ്ഷൻ ബിഹേവിയർ എന്ന് പറയുന്ന പോർഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പോർഷൻസൊക്കെയാണ്. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓണത്തിന് ഓൺലൈനിലൂടെ ഒരുപാട് ഓഫർ, വിഷു, റംദാൻ സെയിൽ, ദീപാവലി ഓഫർ, നിരവധി ജോലി ഒഴിവുകൾ, അങ്ങനെ പല അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ കാണാറുണ്ട്. Why do such advertisements in the image appears to the public? Do the media influence your eating habits? നമ്മുടെ ഭക്ഷണ രീതികളെ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ, മീഡിയ സ്വാധീനിക്കാറുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. The media are a storehouse of book, advertisements and cookery shows. Advertisements related to many such fields can be seen in the media. The media fuel the growth of the global economy by advertising, announcing job opportunities, and increasing consumerism. Advertisements and other programs through the media are influential in shaping our consumption behavior. അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് നിങ്ങൾ ഈ ഒരു പോർഷൻ്റെ നോട്ട്സ് ആയിട്ട് എഴുതേണ്ടത്. മീഡിയ എന്ന് പറയുന്നത് ഫുഡ് അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെയും കുക്കറി ഷോസിൻ്റെയും ഒക്കെ ഒരു സ്റ്റോർ ഹൗസ് തന്നെയാണ്. കാര്യം അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മീഡിയയിൽ അവിടെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മീഡിയ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിൻ്റെ ഗ്ലോബൽ എക്കോണമിയും അതൊക്കെ അഡ്വർടൈസിങ്ങിലൂടെ, പിന്നെ അനൗൺസ്മെൻറ്റുകളിലൂടെ, ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് കൺസ്യൂമേറിയസും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻക്രീസിങ് കൺസ്യൂമേറിസം. അഡ്വർടൈസ്മെൻറ്റ്സും മറ്റു പ്രോഗ്രാംസും ഒക്കെ മീഡിയയിലൂടെ നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ കൺസെപ്ഷൻ ബിഹേവിയർ, നമ്മളിപ്പോൾ എന്ത് മേടിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്ഷൻ ബിഹേവിയറിനെ ഷെയ്പ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെന്നും ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുവാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കാണുന്നത് കോൾഗേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, ഇത് കോൾഗേറ്റിൻ്റെ പരസ്യം. അപ്പോൾ നിങ്ങളുടെ പേസ്റ്റ് എന്തായിരിക്കും? ഈ പേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ. അല്ല, നിങ്ങൾ വേറെ ഒരെണ്ണമാണ് കാണുന്നതെങ്കിൽ ക്ലോസപ്പ് ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാബർ റെഡ് ആയിരിക്കും, KP നമ്പൂതിരീസ് ആയിരിക്കും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് ആ സാധനം മേടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. ആ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ നാലാമത്തെ ടൈപ്പിലേക്ക് പോവാണ്, മീഡിയ ആൻഡ് സ്റ്റീരിയോ ടൈപ്സ്. നോട്ട് ദ പ്രീ കൺസീവ്ഡ് നോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്സ് ദാറ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ സം പാർട്ട് ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ചില ഭാഗങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും എന്തുണ്ട്? നമ്മുടെ സമൂഹത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ചില അന്ധവിശ്വാസങ്ങളും ഇങ്ങനെ നടക്കാവൂ എന്നുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നറിയാവോ? മെൻ ആർ ദ ബ്രെഡ് വിന്നർ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദ ഫാമിലി. ഒരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥനും അതുപോലെ തന്നെ ആ ഫാമിലിയുടെ പ്രൊട്ടക്ടറും മെൻ ആണെന്നുള്ള ഒരു കാര്യം. ലോ ഇൻകം ഏണേഴ്സ് ആർ അൺഎഡ്യൂക്കേറ്റഡ്. കുറഞ്ഞ ശമ്പളം അല്ലെങ്കിൽ കുറഞ്ഞ വേതനം കിട്ടുന്നവരൊക്കെ പഠിത്തമില്ലാത്തവരാണെന്നുള്ളത്. എംപ്ലോയിഡ് വുമൻസ് ആർ ട്രെൻഡ് സെറ്റേഴ്സ് ആൻഡ് നെഗ്ലക്ട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്. ജോലിയുള്ള വുമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡൊക്കെ നോക്കി ഫാഷനേറ്റ് ആയിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നോക്കാൻ അറിയില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ ഫെയർനെസ് ക്രീംസ് ഷുഡ് ബി യൂസ്ഡ് ടു എൻഹാൻസ് ബ്യൂട്ടി. സൗന്ദര്യം കൂട്ടാൻ വേണ്ടി വെളുക്കാനുള്ള ക്രീമുകൾ തേക്കണം. പിന്നെ വുമൻസ് പ്ലേസ് ഈസ് ഇൻ ദ കിച്ചൺ ആൻഡ് ദേ ആർ സപ്പോസ്ഡ് ടു ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി. സ്ത്രീകളുടെ സ്ഥാനം അടുക്കളയിലാണെന്നും അവർ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കെയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ആർ ദേ ഫാക്ച്വലി
കറക്റ്റ്? ഇതൊക്കെ ഫാക്റ്റ് അനുസരിച്ച് കറക്റ്റാണോ? അല്ല. Stereotypes are statements with generalized preconceptions. Stereotypes are simple, generalized beliefs or ideas about individuals based on race, gender, culture, color and the like. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ കളറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കൾച്ചറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, റേസ്, ജെൻഡർ, ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാകുന്ന ഒരു കാറ്റഗറൈസേഷൻ, അതിനെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ബിലീഫ്സാണ്, അങ്ങനെ തന്നെ നടക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. Have you noticed that these stereotypes are reflected in different forms in the media? In what media programs are these reflected? സീരിയൽസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, മൂവീസ്, അങ്ങനത്തെ പല പ്രോഗ്രാംസിലായിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. വേരിയസ് ഫോംസ് ഓഫ് മീഡിയ സച്ച് എസ് ഫിലിംസ്, ന്യൂസ്, സോഷ്യൽ മീഡിയ ഷെയ്പ്പ് ആൻഡ് റിഫ്ലക്ട് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ സാമൂഹിക മനോഭാവങ്ങളെ ഷെയ്പ്പ് ചെയ്യുന്നത് ഇതുപോലത്തെ മാധ്യമ പ്ലാറ്റ്ഫോംസ് ആണ്. ഏതൊക്കെയാണ്? ഫിലിംസ് ആയാലും ന്യൂസ് ആയാലും സോഷ്യൽ മീഡിയ ഒക്കെയാണ്. ദ മീഡിയ ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ, റീഇൻഫോഴ്സ് സോഷ്യൽ നോംസ്. നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കൂടുതലായിട്ട് മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ത്രൂ ദിസ് ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോമിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റീരിയോടൈപ്സ്. സ്റ്റീരിയോടൈപ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് മീഡിയ എന്ന് പറയുന്നത്. അടുത്തതാണ് മീഡിയ ആൻഡ് സോഷ്യൽ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്ന കാര്യം. റെയിൻ കണ്ടിന്യൂസ്, കേരള ഓൺ അലേർട്ട് ആസ് വാട്ടർ ലെവൽ റൈസസ്. മഴ തുടരുന്നു, അപ്പോൾ കേരളത്തിൽ അലേർട്ടാണ്. എന്താണ്? വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരുന്നു. UN calls for urgent action to fight pollution and climate change. ഫൈറ്റ് പൊല്യൂഷനെതിരെ പോരാടാനും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പോരാടാനും അർജൻറ്റായിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്ന് UN പറയും. ഇനി കേരള ഗവൺമെൻറ് അനൗൺസസ് റിഹാബിലിറ്റേഷൻ ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സർവൈവേഴ്സ് ഓഫ് ചൂരൽമല ആൻഡ് മുണ്ടക്കൈ ലാൻഡ്സ്ലൈഡ്. ചൂരൽമല, മുണ്ടക്കൈ മണ്ണിടിച്ചിലുണ്ടായവർക്കുള്ള പുനരധിവാസവും അതുപോലെ അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സാമ്പത്തികമായിട്ടുള്ള സഹായവും കേരള ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ പോവേർട്ടി റൈസസ് അമിഡ് എക്കോണമിക് ഡൗൺ ടേൺസ് ആൻഡ് ക്രൈസിസ്. നമ്മുടെ ലോകത്തിൻ്റെ പോവേർട്ടി, ദാരിദ്ര്യത്തിൻ്റെ നിരക്ക് കൂടുന്നുണ്ട്, അപ്പോൾ നമ്മുടെ സാമ്പത്തികം കുറയുന്നു. പിന്നെ കുറച്ച് ഹാഷ്ടാഗ്സ് ഇവിടെ കാണാം. സേവ് അവർ വില്ലേജ്, ഫോർ സോഷ്യൽ ജസ്റ്റിസ്, സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. It can be seen that the media are involved in brightening various social problems to the public and speeding up the steps to solve them through various levels. നമുക്ക് കാണാൻ പറ്റും മീഡിയാസ്, മാധ്യമങ്ങൾ ഇതിലെല്ലാം പങ്കുവഹിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക്കിനെ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നാൽ അത് അറിയിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു സോഷ്യൽ ഇൻ്റർവെൻഷൻസും മീഡിയ എന്ന് പറയുന്നത്. മീഡിയ ആൻഡ് ടെക്നോളജി. ഇനി നമ്മൾ മീഡിയയും സാങ്കേതികവിദ്യ, ടെക്നോളജിയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ദ ഗവൺമെൻറ് റീഇൻവെൻറ്റ് ദ അഡ്വർടൈസ്മെൻറ്റ് മോഡൽ. അഡ്വർടൈസ്മെൻറ്റ് മോഡലിനെ മാറ്റിയിട്ടുണ്ട്. പകരം എന്താക്കി? AI ആക്കി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. AI ഫോർ ഉഷ, AI ഫോർ ജോസ്, കൊച്ചി. These are the advertisements placed for the International Gen AI Summit held at Kochi. കൊച്ചിയിൽ നടന്ന ഇൻ്റർനാഷണൽ ജെൻ AI സബ്മിറ്റിൽ നടന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഇതൊക്കെ. The advertising models are created with the help of artificial intelligence. AIയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പരസ്യങ്ങളൊക്കെ ചെയ്തത്. The 4 AI models include Usha Chechi, the tailor, Joe Satan, a common man who needs government service, Raman Kutti, the farmer, and Minimol, the entrepreneur. The models in this advertisement are created by AI. അപ്പോൾ ഇതിനകത്ത് ആൾക്കാരുടെ ക്യാരക്ടേഴ്സിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരൊക്കെ എന്താണ്? AI മോഡൽസാണ്, AI ക്രിയേറ്റ് ചെയ്തതാണ്. വാട്ട് ചേഞ്ചസ് ഹാസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റഡ് ഇൻ സൊസൈറ്റി? നമ്മുടെ സമൂഹത്തിൽ AI കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഹാവ് യു പ്രിപ്പയർഡ് എ വോൾ ചാർട്ട് ഇൻഡിക്കേറ്റിംഗ് ദ പ്രോഗ്രസ് ഓഫ് ദ മീഡിയ? നമ്മുടെ മീഡിയ കൊണ്ടുവന്ന പ്രോഗ്രസ്സിനെ പറ്റി ഒരു വോൾ ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കിയോ?
ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് ടെക്നോളജി ഫ്യൂവൽഡ് ദ ഗ്രോത്ത് ഓഫ് മീഡിയ? മാധ്യമങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നത് ടെക്നോളജിയാണ്. ടെക്നോളജി ആൻഡ് മീഡിയ ആർ ഇൻ്റർവൈൻഡ്. അഡ്വാൻസസ് ഇൻ ടെക്നോളജി ഹാവ് ഗിവൺ റൈസസ് ടു ന്യൂ ഫോംസ് ഓഫ് മീഡിയ. മാധ്യമത്തിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് ടെക്നോളജി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ്സ് ഇൻ ദിസ് ഫീൽഡ്, ഈ ഒരു മേഖലയിലുള്ള പുരോഗമനങ്ങളൊക്കെ ഹാസ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ന്യൂ മീഡിയ സച്ച് എസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഓൺലൈൻ ന്യൂസ് പോർട്ടൽസ് ആൻഡ് സ്ട്രീമിംഗ് സർവീസസ്. ഇതൊക്കെ മാധ്യമങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ ഗ്രോത്ത് ഈക്വൽസ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയയുടെ ഗ്രോത്ത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This has led to major changes in production, distribution and consumption of information. നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും കൺസെപ്ഷനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ടെക്നോളജിയാണ്. ടെക്നോളജി ഇൻക്രീസസ് ദ അസസിബിലിറ്റി ഓഫ് മീഡിയ. മീഡിയയുടെ ലഭ്യതയെ ഏറ്റവും കൂടുതൽ കൂട്ടുന്നത് ടെക്നോളജിയാണ്. It also enhances global communication by creating opportunities to enhance the content anytime, anywhere. ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഗ്ലോബൽ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വരെ നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ AI വഴി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് AI. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് equips machines to think and make decisions like humans. മനുഷ്യരെ പോലെ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യാനും മെഷീൻസിനെ കൊണ്ട് പറ്റുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ബൈ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ട് മനുഷ്യരുടെ ഇൻ്റലിജൻസിനെ ഉണ്ടാക്കുന്ന ഒരു സിമുലേഷനാണ് ഇത്. ഇറ്റ് ഹെൽപ്സ് ഇൻ പെർഫോമിംഗ് ടാസ്ക് ലൈക്ക് ലേണിംഗ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. പഠനത്തിനും നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും ഒക്കെ AI നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനിയുള്ളതാണ് ബിഗ് ഡേറ്റ. ബിഗ് ഡേറ്റ റെഫേഴ്സ് ടു ലാർജ് ഡേറ്റ സെറ്റ്സ് ദാറ്റ് ആർ ടു കോംപ്ലക്സ് ആൻഡ് cannot be handled by കൺവെൻഷണൽ ഡേറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ. സാധാരണ ഡേറ്റ പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ലാർജ് ഡേറ്റകളെയാണ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി അൽഗോറിതംസ് എന്ന് പറയുന്നത്, അൽഗോറിതംസ് ആർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഓർ ഫോർമുലാസ് ഫോർ സോൾവിങ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ അൽഗോറിതംസ് എന്ന് പറയുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് of artificial intelligence and big data, algorithms are used to analyze data, identify patterns and make predictions. ഡേറ്റ അനലൈസ് ചെയ്യാൻ, പാറ്റേൺസ് കണ്ടുപിടിക്കാൻ, പുതിയ പ്രഡിക്ഷൻസ് നടത്താനൊക്കെയാണ് അൽഗോറിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സെർച്ച് എൻജിൻസ്. എന്താണ് സെർച്ച് എൻജിൻസ്? യാഹൂ, പിന്നെന്താണ് ഗൂഗിൾ ഒക്കെ. ആൻഡ് മെഷീൻ ലേണിംഗ് മോഡൽസ് റിലേ ഓൺ അൽഗോറിതംസ് ടു ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം നമ്മൾ ഡിജിറ്റൽ എത്തിക് എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അതോടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ ബൈ ഗൈസ്. Enjoyed the video? Subscribe, like, and share to show your support and help me grow.